നമുക്കെല്ലാവർക്കും ആയിരക്കണക്കിന് രൂപ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ ഡിസ്കൗണ്ടോ ക്യാഷ് ബാക്കിനെ പറ്റി ഒന്നുമല്ല ഞാൻ പറയുന്നത്, ഹ്യൂജ് സേവിങ്സ്. 2025 സെപ്റ്റംബർ 22 തൊട്ട് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസുകൾക്ക് GST 0 ആണ്. 12%ലേക്കോ 5%ലേക്കോ അല്ല കുറച്ചിരിക്കുന്നത്, 0 GST. ഈ വീഡിയോയിൽ കൂടെ ഈ GST സേവിങ് നമുക്ക് എങ്ങനെ സ്ട്രാറ്റജിക്കലി യൂസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. പല ആളുകളും പലപ്പോഴായിട്ട് ഇൻഷുറൻസുകൾ സജസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പല ഇൻഷുറൻസുകളുടെയും പേരെടുത്ത് ഞാൻ പറയുന്നുണ്ട്. ഡിറ്റോ ഇൻഷുറൻസിൻ്റെ ഹെൽപ്പാണ് ഞാൻ ഈ റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്ന ഈ ഇൻഷുറൻസുകളൊന്നും എനിക്ക് പേ ചെയ്തിട്ടില്ല. ഞാൻ റിസർച്ച് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സിമിലർ ആയിട്ടുള്ള പോളിസികളോ നിങ്ങൾ നോക്കി നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ GST നമ്പേഴ്സിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാം. ഓൾറൈറ്റ്, നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ കോസ്റ്റ് 50,000 രൂപയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസിന് നിങ്ങൾ പേ ചെയ്യേണ്ട പ്രീമിയം 50,000 ആണെങ്കിൽ 18% GST കൂടെ ചേർത്ത് നിങ്ങൾ 59,000 രൂപയാണ് പേ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ 9,000 രൂപ GST അടയ്ക്കേണ്ടതായിട്ടേ വരുന്നില്ല. 50,000 രൂപ മാത്രം അടച്ചാൽ മതിയാവും. ആ പൈസ നേരെ തിരിച്ച് നിങ്ങളുടെ പോക്കറ്റിലേക്കാണ് വരുന്നത്. ഇത് ഈ ഒരു വർഷത്തേക്ക് കിട്ടുന്ന ഒരു പ്രൊമോഷനോ ഡിസ്കൗണ്ടോ ഒന്നും അല്ല. ഇത് പെർമനന്റ് ആണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അടുത്ത 10-20 വർഷം കൊണ്ട് തന്നെ നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ സേവിങ്സ് ആയിട്ട് ഈ പൈസ നിങ്ങളുടെ പോക്കറ്റിലേക്ക് വരും. അപ്പോൾ ഉറപ്പായിട്ടും കുറച്ച് പൈസ നിങ്ങളുടെ പോക്കറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് പോളിസിയേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പോളിസി എടുത്തുകൊണ്ട് നിങ്ങളുടെ ഫാമിലിക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ആ പൈസ മറ്റെന്തെങ്കിലും കാര്യത്തിനായിട്ട് ഉപയോഗിക്കുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. പക്ഷേ പല ആളുകളും ഇത് അവർ ഇമാജിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇമ്പാക്റ്റ് അവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 7% ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ മെഡിക്കൽ ഇൻഫ്ലേഷൻ എക്സ്പ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവൽ 12%-നും 15%-നും ഒക്കെ അടുപ്പിച്ചാണ്. ഇന്ന് നമ്മൾ 5 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്ന ഒരു സർജറി 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് 20 ലക്ഷം രൂപയ്ക്ക് പോലും ചെയ്യാൻ സാധിക്കില്ല. 5 ലക്ഷം രൂപയുടെ സർജറി അല്ലേ, എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് കരുതി നമ്മൾ ഈ ഇൻഷുറൻസ് എടുക്കുന്നത് മാറ്റി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ അത് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന അത്ര ദൂരത്തിലുള്ള ഒരു എക്സ്പെൻസ് ആയിട്ട് മാറിയേക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗവൺമെന്റ് തന്നെ ഈ കാര്യം വളരെ ക്രൂഷ്യലാണെന്ന് മനസ്സിലാക്കുകയും ഈ 18% GST അവർ ഒഴിവാക്കുകയും ചെയ്തു. പല ആളുകൾക്ക് ഇതൊരു മാസീവ് ഡിഫറൻസ് ആണെന്ന് തോന്നുന്നില്ലെങ്കിലും ഒരുപാട് മിഡിൽ ക്ലാസ് ആളുകൾക്ക് ഈ ചെറിയ എമൗണ്ട് ആ ഒരു ഡിഫറൻസ് വളരെ വളരെ ഹെൽപ്ഫുൾ ആകും എന്നത് ഉറപ്പ് തന്നെയാണ്. ഇതിൽ കൂടെ എനിക്ക് മനസ്സിലാവുന്ന മെസ്സേജ്, ഈ ഹെൽത്ത് ഇൻഷുറൻസ് പറയുന്നത് ഒരുപാട് പൈസയുള്ള റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, ഇതൊരു ഫണ്ടമെന്റൽ നെസസിറ്റി ആണ് എന്ന് ആളുകൾ തിരിച്ചറിയണം എന്നുള്ളൊരു മെസ്സേജ് കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എൻ്റെ റിസർച്ചിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഒരുപാട് ആളുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് അല്ല ഇല്ലാതിരിക്കുന്നത്, അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയുള്ള പ്രോപ്പറായിട്ടുള്ള നോളജ് ആണ് ഇല്ലാതിരിക്കുന്നത്. മിക്ക ആളുകൾ ഒരു പ്ലാൻ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവർക്ക് അവസാനമായിട്ടൊരു ഏജന്റ് വിളിച്ച് അവർക്ക് തന്ന ഒരു പ്ലാൻ അവരങ്ങ് എടുക്കുന്നു. അതല്ലെങ്കിൽ ഏറ്റവും മിനിമം പ്രീമിയത്തിൽ അവർക്ക് കിട്ടാൻ സാധിക്കുന്ന ഒരു ഇൻഷുറൻസ് അവരങ്ങ് എടുക്കുന്നു. അതല്ലെങ്കിൽ ക്രിക്കറ്റ് കാണുമ്പോഴോ വേറെ ഏതെങ്കിലുമൊക്കെ സ്പോർട്ട് കാണുമ്പോഴോ ഒരുപാട് നമ്മൾ കേൾക്കുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ കൊമേഴ്ഷ്യൽ വഴി നമ്മുടെ തലയിൽ കയറിയിട്ടുള്ള ആ ഒരു ഇൻഷുറൻസ് ആയിരിക്കും എടുക്കുന്നത്. ഇനി നാലാമത്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്, അതായത് എംപ്ലോയർ ഇൻഷുറൻസ് കാണും. അത് നമുക്ക് ഓക്കെ ആണ് എന്ന് കരുതി അത് വെച്ചങ്ങ് മുന്നോട്ട് പോകും. പക്ഷേ ഇതിലെ മിക്ക ആളുകളും ഒരു എമർജൻസി വരുന്ന സമയത്താണ് അവർ റിയലൈസ് ചെയ്യുന്നത്, അവർ ഈ 10 ലക്ഷത്തിന്റെ കോംപ്രഹെൻസീവ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്ന സാധനം മേ ബി ചില അസുഖങ്ങൾ കവർ ചെയ്യില്ലായിരിക്കാം. അതല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര എമൗണ്ട് അത് കവർ ചെയ്യുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ അതിന് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ഈ ക്ലെയിം ചെയ്യുന്ന പ്രോസസ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം. അപ്പോൾ ഇതിനെ ഒന്നും നമുക്ക് ഇൻഷുറൻസ് വിളിക്കാൻ പറ്റത്തില്ല. ഇത് വെറും എക്സ്പെൻസീവ് ആയിട്ടുള്ള പേപ്പർ വർക്ക് മാത്രമാണ്. അതുകൊണ്ട് ഒരു ഗുണവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്പെസിഫിക് പ്ലാൻസ് ഒക്കെ ചിലത് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യാം. ഞാനൊരു ഡിസ്ക്ലൈമർ പറഞ്ഞോട്ടെ, നിങ്ങൾ ദയവ് ചെയ്ത് ഇതൊന്നും ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യരുത്. ഞാൻ പറയാൻ പോകുന്ന പ്ലാൻസോ അതിന് സിമിലർ ആയിട്ടുള്ള പ്ലാൻസോ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ഫാമിലി സ്ട്രക്ചർ, നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് മാത്രം നിങ്ങളൊരു പോളിസി ചൂസ് ചെയ്യുക. ഞാൻ ഈ മെൻഷൻ ചെയ്യാൻ പോകുന്ന ഈ 3 പേരുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ റിസർച്ചിലെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് മാത്രം എടുക്കുക. ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടി അല്ല ഞാനിവിടെ ചെയ്യുന്നത്. ഞാനിത് റിസർച്ച് ചെയ്യാനായിട്ട് ഞാൻ ഹെൽപ്പ് എടുത്തിരിക്കുന്നത് ഡിറ്റോ ഇൻഷുറൻസിൽ നിന്നാണ്. അവരൊരു ഇൻഷുറൻസ് ഏജന്റ് അല്ല, അവരൊരു ഇൻഷുറൻസ് അഗ്രിഗേറ്റർ ആണ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഷുറൻസുകളും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്ന ആളുകളാണ് അവർ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ചേരുന്ന പ്ലാനുകൾ ഒട്ടും ബയസ്ഡ് അല്ലാതെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഇവിടെ നിന്ന് സാധിക്കും. നിങ്ങളുടെ കംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ പ്രോസസ്സിന് ഡിറ്റോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും അത്. നിങ്ങൾ ഒരു തവണ പോളിസി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡിറ്റോയുടെ ജോലി അവിടെ നിന്ന് തീരുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ക്ലെയിം ആവശ്യം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളെ അത് ക്ലെയിം ചെയ്യാനും അതിൻ്റെ പ്രോസസ്സിനും പേപ്പർ വർക്കിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജോലിയും കൂടെ ഡിറ്റോ ചെയ്യുന്നുണ്ട്. സിമിലർ ആയിട്ടുള്ള മറ്റാളുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇവർ ഡെഫിനറ്റ്ലി നിങ്ങളെ ആവശ്യമില്ലാതെ വിളിച്ച് ശല്യപ്പെടുത്തില്ല എന്ന് അവർ തന്നെ ഉറപ്പ് തരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കൺവീനിയൻസിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പോളിസി എടുക്കാം, വേണ്ടാന്ന് വെക്കാം.
അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരു ഫ്രീ കൺസൾട്ടേഷൻ കോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറി കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഒരു ഫ്രീ കോൾ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാം. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മലയാളം അഡ്വൈസേഴ്സും അവിടെ ഉണ്ട്, ഇംഗ്ലീഷ് ഹിന്ദി മാത്രമല്ല. നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ കയറി ക്വയറി അയക്കുന്ന സമയത്ത് മലയാളം അഡ്വൈസർ എന്ന് ആ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കൊടുത്തിരുന്നാൽ മതി. നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കൺസൾട്ടേഷൻ എക്സ്പേർട്ട് മലയാളം സംസാരിക്കുന്ന ആളായിരിക്കും. ഈ ലിങ്കിനോടൊപ്പം തന്നെ ഞാൻ കുറച്ചും കൂടെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എങ്ങനെ ഒരു ഇൻഷുറൻസ് ഫ്രോഡിൽ നമ്മൾ പെടാൻ പാടില്ല, എങ്ങനെ നല്ല ഇൻഷുറൻസ് ചൂസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആർട്ടിക്കിളിൽ കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വായിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അത് കയറി വായിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ 3 പേരുകൾ മെൻഷൻ ചെയ്യാം. ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കയറി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഇതിന് സിമിലർ ആയിട്ടുള്ള പ്ലാൻസോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് നിങ്ങൾ കോപ്പി ചെയ്യരുത്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് മനസ്സിലാക്കി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കണ്ടു പഠിച്ച് നിങ്ങൾക്ക് ചേരുന്ന നല്ലൊരു ഇൻഷുറൻസ് ചൂസ് ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ ശ്രമിക്കുക. അതല്ലാതെ വേറൊരാൾ പറഞ്ഞു, അയാൾ പറഞ്ഞു, ഇയാൾ പറഞ്ഞു എന്ന് പറയരുത്. കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഒരു പോളിസി എടുക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തേത് HDFC എർഗോ ഒപ്റ്റിമ സെക്യൂർ. അപ്പോൾ ഈ സെക്യൂർ ബെനിഫിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അതായത് നിങ്ങളുടെ പോളിസി തുടങ്ങുന്ന ഡേ 1 തൊട്ട് തന്നെ നിങ്ങളുടെ കവറേജ് ഡബിൾ ചെയ്യുക. അതായത് 10 ലക്ഷം രൂപയ്ക്കാണ് എടുത്തിരിക്കുന്നതെങ്കിൽ 20 ലക്ഷം രൂപയുടെ വരെ ക്ലെയിം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഹയർ പ്രീമിയം ആണ്. HDFC എർഗോ ആണ്. അപ്പോൾ അവരുടെ ആ ഒരു ബ്രാൻഡിൻ്റെ പ്രൈസും കൂടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ 98%. ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് 100 ക്ലെയിം വന്നാൽ 98 ക്ലെയിം അവർ പൈസ കൊടുക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. പ്രോസസ്സിംഗ് ഒക്കെ ഫാസ്റ്റ് ആണ്, എക്സലൻ്റ് ആണ്. പക്ഷേ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 15 to 20% കൂടുതൽ പ്രീമിയം നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അത് മനസ്സിൽ വെച്ചോളുക. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരെടുക്കുക, ഇല്ലാത്തവർ വേറെ ഓപ്ഷൻസ് നോക്കുക. അപ്പോൾ ഇത് ചേരുന്നത് ആർക്കാണ്? നല്ലൊരു പ്രീമിയം പ്ലാൻ നിങ്ങൾക്ക് വേണം. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സർവീസ് ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഇത് ചൂസ് ചെയ്യാം. ഒരു 35-45 ഇടയിൽ പ്രായമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സോളിഡ് ആയിട്ടുള്ള ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാം. ഇനി രണ്ടാമത് കെയർ സുപ്രീം. ഞാൻ ഈ ഓരോ പോളിസികളും പറയുന്ന സമയത്ത് ഞാൻ ടിറ്റോ ഇൻഷുറൻസിൻ്റെ വെബ്സൈറ്റിലുള്ള ഡീറ്റെയിൽസും കൂടെ ഞാൻ കാണിക്കാം. അതിനകത്തും ഇതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻ പോസ് ചെയ്ത് അതൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ രണ്ടാമത്തത് കെയർ സുപ്രീം. അപ്പോൾ ഇതിന് കുറച്ച് ചെറിയ തരത്തിലുള്ള ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് തിരിച്ച് പൈസ തരുന്നത് പോലെ മാത്രമല്ല, അവർ നിങ്ങൾ ഫിറ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ചെറിയ രീതിയിൽ റിവാർഡും തരും. അവർ ഡെയിലി സ്റ്റെപ്പിൻ്റെ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഡെയിലി സ്റ്റെപ്പിൻ്റെ ടാർഗറ്റ് ഒക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീമിയത്തിലെ 30% ഡ്രോപ്പ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനത്തെ റിവാർഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു ക്യുമുലേറ്റീവ് ബോണസ് ഫീച്ചറും കൂടെ ഉണ്ട്. ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ കവറേജ് ആണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത 5 വർഷവും നിങ്ങൾ ഒരു ക്ലെയിമും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കവറേജ് 60 lakhs ആയിട്ട് ഗ്രോ ചെയ്യും. സെയിം പോളിസി സെയിം പ്രീമിയം, പക്ഷേ 60 lakhs ആയിട്ട് അത് ഗ്രോ ചെയ്യും. പിന്നെ ഒരു ഇൻസ്റ്റന്റ് കവർ ആഡ് ഓൺ ഉണ്ട് ഇതിനകത്ത്. അതായത് നോർമലി നമുക്ക് ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഡയബറ്റിസ് ഉണ്ട്, ആസ്മയുണ്ട്. ഇതിനൊക്കെ നോർമലി നമുക്കൊരു 3 years ഒക്കെ ചിലപ്പോൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായേക്കാം. പക്ഷേ ഇവിടെ അത് 30 days മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം പോസിറ്റീവ് അല്ല. അപ്പോൾ ഇതിൻ്റെ ട്രേഡ് ഓഫ് എന്താണ്? ഇവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ 93% ആണ്. നമ്മൾ നേരത്തെ കണ്ടത് 98% ആയിരുന്നു. മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ആദ്യം കണ്ട HDFCയുടെ അത്രയും നല്ല ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ അല്ല. അതായത് അവർക്ക് 100 ക്ലെയിംസ് വരുന്ന സമയത്ത് അവർ 85 തൊട്ട് 88 പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ നന്നായിട്ട് ചേരുന്നത് ഇപ്പോൾ കുറച്ചും കൂടെ യങ്ങർ ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത് ചേരുമായിരിക്കാം. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നടക്കാനും ജിമ്മിലും ഒക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിവാർഡിൻ്റെ ബെനിഫിറ്റ് എടുക്കാം. പിന്നെ ലോങ് ടേമിൽ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്ലെയിമിൻ്റെ ടോട്ടൽ വാല്യൂവും കൂടി വരും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. പ്രോസും കോൺസിൻ്റെ ഒക്കെ സ്ക്രീനിൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിച്ച് നോക്കാം. നിങ്ങൾക്ക് ചേരുന്നതാണെങ്കിൽ എടുക്കുക. ഇനി മൂന്നാമത്തത് നിവാബൂപ്പ റീഅഷ്വർ 2.0. ഇവിടെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. റിസ്റ്റോർ ഫോർ എവർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതായത് ഓരോ വർഷവും നിങ്ങളുടെ കവറേജ് റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കും അൺലിമിറ്റഡ് ടൈംസ്. അതായത് ഇപ്പോൾ 10 ലക്ഷമാണ് കവറേജ് എങ്കിൽ ആ 10 ലക്ഷം നിങ്ങളുടെ ഫസ്റ്റ് ക്ലെയിമിൽ അതിൻ്റെ ഒരു വലിയ പോർഷൻ എടുത്തിട്ടുണ്ടെങ്കിലും അത് വീണ്ടും റീസെറ്റ് ആകും. നിങ്ങൾക്കത് വീണ്ടും ഈ 10 ലക്ഷം പിന്നെയും ക്ലെയിം ചെയ്യാം അതേ വർഷം തന്നെ. പിന്നെ ഈ ലോക്ക് ദ ക്ലോക്ക് ഫീച്ചർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ അവർ തരുന്നുണ്ട്. നിങ്ങൾ ഈ ഇൻഷുറൻസ് എടുത്ത് നിങ്ങൾ പ്രീമിയം കൊടുത്തു തുടങ്ങിയ സമയത്ത് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രീമിയം ഉണ്ടല്ലോ, ആ പ്രീമിയം തന്നെ ആയിരിക്കും മുന്നോട്ട് നിങ്ങൾ കുറേ കാലത്തേക്ക്, അതായത് നിങ്ങളുടെ ഫസ്റ്റ് ക്ലെയിം വരെ നിങ്ങൾ കൊടുക്കുന്നത്. അതായത് നിങ്ങളൊരു 30 വയസ്സായപ്പോഴാണ് ഈ ഇൻഷുറൻസ് പോളിസി എടുത്തത്. നിങ്ങൾ പ്രീമിയം കൊടുത്ത് നിങ്ങൾ 40ാമത്തെ വയസ്സിലാണ് നിങ്ങൾ ഫസ്റ്റ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ അന്ന് വരെ ആ പ്രീമിയം സെയിം ആയിരിക്കും, അത് കൂടില്ല. അപ്പോൾ ഇങ്ങനൊരു ഫീച്ചർ ഉണ്ട്. നമ്മൾ ഓരോ ഇൻഷുറൻസ് കമ്പനി എടുത്ത് നോക്കുമ്പോൾ ഇവർക്കൊക്കെ ഓരോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാണും. അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഏതാണ് ചേരുന്നത് എന്ന് നോക്കി നിങ്ങൾ എടുക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ അത് തന്നെ പറഞ്ഞു, സിമിലർ ആയിട്ട് നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് തന്നെ ചൂസ് ചെയ്യുക. ഞാൻ ഒരു പ്രഷർ ഇവിടെ പറയുന്നില്ല. ഈ ഇൻഷുറൻസ് കമ്പനികളൊന്നും എനിക്ക് പൈസ തന്നിട്ടല്ല ഞാനിതിവിടെ പറയുന്നത്. ഇതിൻ്റെ തന്നെ ഒരു ടൈറ്റാനിയം പ്ലസ് എന്ന് പറഞ്ഞുണ്ട്. ഇതിൻ്റെ ബൂസ്റ്റർ പ്ലസ് കൂടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 10 ലക്ഷം കവറേജ് 1.1 crore വരെ കവറേജിലായിട്ട് വരും നിങ്ങൾ ക്ലെയിം ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാം പോസിറ്റീവ് അല്ല, ഇവിടെയുണ്ട് പ്രശ്നം. ഇവരുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ 92% ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത്.
ഇവരുടെ ഗ്രീവിയൻസ് ഹാൻഡ്ലിങ്, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യുന്ന പ്രോസസ്സ് അത്ര സ്മൂത്ത് അല്ല. എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഇത് സോൾവ് ആവാൻ അത്യാവശ്യം നല്ലപോലെ സമയമെടുക്കും. അപ്പോൾ ഇത് ഒന്ന് മനസ്സിൽ വെച്ചോളുക. എല്ലാവർക്കും പ്രശ്നം വന്നോളണമെന്നില്ല, പക്ഷേ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ, എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നാൾ അതിൻ്റെ പുറകെ നടക്കേണ്ടതായിട്ട് വരും. ഇതൊന്ന് മനസ്സിൽ വെച്ചോളുക. അതിനൊന്നും താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ആർക്കായിരിക്കും ചേരുന്നത്? മേ ബി ഒരു 45+ ഒക്കെ ഉള്ള ആളുകൾക്ക് അവർക്ക് ഹെൽത്ത് റിസ്ക് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് എന്ന് കരുതുക. വളരെ സീരിയസ് ആയിട്ടുള്ള സ്കെയിലബിൾ ആയിട്ടുള്ള കവറേജ് അവർക്ക് വേണം, അവർക്ക് അത്യാവശ്യമാണ്. പക്ഷേ ക്ലെയിം പ്രോസസ്സൊക്കെ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആയാലും ഒരു ഡിസ്പ്യൂട്ട് വന്നാലും ഒക്കെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സമയവും ഒരു വില്ലിങ്നെസ്സും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കാണ് ഇത് ചേരുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, എല്ലാ ഇൻഷുറൻസ് പോളിസികൾക്കും എല്ലാ കമ്പനികൾക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് വേണ്ട പോസിറ്റീവ്സ് ഒക്കെ അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കുകയും അവരുടെ നെഗറ്റീവ്സ് ഒക്കെ നമുക്ക് ഓക്കെ ആണ് എന്ന് തിരിച്ചറിയുന്ന സമയത്താണ് നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാം തികഞ്ഞ ഒരു പോളിസി കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ നമുക്ക് എപ്പോഴും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു 25 to 35 ഇയേഴ്സിനിടയിലാണ്, അത്രയും ഏജിനിടയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഓവർബോർഡ് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഭയങ്കര വലിയ കവറേജ് ഉള്ളൊരു പോളിസി ആദ്യം തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു 50 ലക്ഷം കവറേജ് ഒന്നും നിങ്ങൾക്കിപ്പോൾ വേണ്ട. മേ ബി ഒരു 10 lakhs 15 lakhs ഒക്കെ കവറേജ് ഉള്ളൊരു പോളിസി വേണം നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, മുന്നോട്ട് ഈ കവറേജ് ഗ്രോ ചെയ്തുകൊണ്ട് വരുന്നുള്ള ഒരു ഫീച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രായം, നിങ്ങളൊരു 5 വർഷമൊക്കെ ഈ ഇൻഷുറൻസ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ കവറേജ് അത്യാവശ്യം വലിയതാവും. സെയിം ടൈം നിങ്ങൾക്ക് ഓൾഡർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസസും കൂടുതലാവും. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും മാച്ച് ചെയ്യും. അപ്പോൾ ചെറിയ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 11,000 രൂപ 15,000 രൂപ അടുപ്പിച്ചായിരിക്കും നിങ്ങൾക്ക് ഒരു വർഷം വരുന്ന പ്രീമിയം. അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങളുടെ പ്രൈം ഏർണിംഗ് ഇയേഴ്സ്, അതായത് 35 തൊട്ട് 45 വയസ്സ് വരെയാണ് നിങ്ങളുള്ളത്, കൂടെ നിങ്ങൾക്ക് ഒരുപാട് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം ബാലൻസ് നിങ്ങൾക്ക് വേണ്ടതായിട്ട് വരും. 15 to 20 lakhs എന്തായാലും കവറേജ് വേണം. നിങ്ങളുടെ ഇൻകം അതിലും ഒരുപാട് കൂടുതലാണ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ അതിലും ബെറ്റർ ആണെങ്കിൽ അതിനേക്കാളും വലിയൊരു കവറേജ് നിങ്ങൾ ചൂസ് ചെയ്യണം. ഒരു 18,000 തൊട്ട് 25,000 വരെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പ്രീമിയം വരാൻ പോകുന്നത്. പക്ഷേ ഇൻഷുറൻസ് എടുക്കാതിരിക്കരുത്. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള പ്രൊട്ടക്ഷനും സ്റ്റെബിലിറ്റിയുമാണ് ഇതുവഴി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ഇനി 45+, ഇനി 45 വയസ്സിനൊക്കെ മുകളിലുള്ള ആളുകളാണ്, പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിസീസൊക്കെ നിങ്ങൾക്കുണ്ട്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് നോക്കി എനിക്ക് അവിടെ സേവ് ചെയ്യണം ഇവിടെ സേവ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ് പുഷ് ചെയ്യാതെ നല്ലൊരു ഇൻഷുറൻസ് പ്ലാൻ ചൂസ് ചെയ്യുക. കോംപ്രഹെൻസീവ് കവറേജ് ആയിരിക്കണം. അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഫീച്ചർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. 30,000 തൊട്ട് 40,000 രൂപ വരെയൊക്കെ ആനുവലി ആകുമായിരിക്കാം ചിലപ്പോൾ ഇൻഷുറൻസിൻ്റെ പ്രീമിയം. പക്ഷേ ഒരൊറ്റ ഹോസ്പിറ്റലൈസേഷൻ കൊണ്ട് 15 ലക്ഷം 20 ലക്ഷം ഒക്കെ കൊടുക്കുന്നതിലൊക്കെ എത്രയോ ബെറ്ററാണ് ഇൻഷുറൻസ് എടുത്ത് മനസ്സമാധാനത്തോടെ മുന്നോട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്ലാൻസും മറ്റുള്ള പ്ലാൻസും ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അവർക്ക് തന്നെയുള്ള ആഡ് ഓൺസ് നിങ്ങൾ നോക്കുക. ഈ ആഡ് ഓൺസ് നിങ്ങൾക്ക് ചേരുന്നതാണെന്നുണ്ടെങ്കിൽ അതിനോട് അത് അറ്റാച്ച് ചെയ്ത് ആഡ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്പെസിഫിക് നീഡ്സിന് വേണ്ടിയിട്ട് അത് പ്രോപ്പറായിട്ട് കസ്റ്റമൈസ് ചെയ്യുക. തെറ്റായിട്ടുള്ള പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊട്ടക്ഷൻ അല്ല, അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള പേപ്പർ വർക്കാണ്. ഞാനത് വീണ്ടും പറയുകയാണ്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഇൻഷുറൻസ് ആണെങ്കിൽ അതെന്താണ്, അതൊരു ഫിനാൻഷ്യൽ ആർമർ പോലെ തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതായത് 0 GST നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ 2 കാറ്റഗറി ഓഫ് ആളുകളാണ് എപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന പ്രീമിയം വളരെ ഈസിലി അഫോർഡ് ചെയ്യുന്ന ആളുകളായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന 59,000 ആണെങ്കിൽ ഞങ്ങളത് ഈസിലി അഫോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് ഈ 9,000 രൂപ സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 9,000 രൂപ കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള പ്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും, കൂടുതൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. 10 ലക്ഷം രൂപ കവറേജ് ആണെങ്കിൽ അത് 12 ലക്ഷം ആക്കാം, അല്ലെങ്കിൽ 20 ലക്ഷം ആണെങ്കിൽ 25 ലക്ഷം ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന ഒരു ആഡ് ഓൺ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്താണ്, നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാത്തത് തന്നെ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾ മാറി നിൽക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആളുകൾ. അവർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ടൊരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഇൻഷുറൻസ് പോളിസി ഉണ്ട്, നിങ്ങൾ GST സേവ് ചെയ്യുകയാണ്. ആ സേവ് ചെയ്ത പൈസ നിങ്ങൾക്ക് വീണ്ടും ഇൻഷുറൻസ് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അത് എവിടെയെങ്കിലും പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് നിങ്ങളുടെ ലൈഫിന് വേറെ എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക. എല്ലാ പൈസയും സേവോ ഇൻവെസ്റ്റോ ഇൻഷുറൻസോ മാത്രം ചെയ്യണം എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ ഈ 0 GST എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇതൊരു സേവിങ്സ് എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗവൺമെൻറ് പ്രോപ്പറായിട്ട് ഈ ഇൻഷുറൻസിൻ്റെ ആവശ്യകത ഇത് ഫണ്ടമെൻ്റലായിട്ടൊരു ആവശ്യമാണ് എന്ന് അക്നോളജ് ചെയ്തതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ വലിയ രാജ്യങ്ങളും ഇത് ഓൾറെഡി അക്നോളജ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് വളരെ എക്സ്പെൻസീവ് ആണെന്നുള്ള തെറ്റായിട്ടുള്ള ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ശരിക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ശരിക്കുള്ള തെറ്റായിട്ടുള്ള രീതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും അറിവ് നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ
നിങ്ങളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് പരിചയമുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയി കാണില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു എക്സ്പേർട്ടിനെ തന്നെ ഡിറ്റോയുടെ കൺസൾട്ടേഷൻ കോള് ബുക്ക് ചെയ്ത് ഒരു എക്സ്പേർട്ടുമായിട്ട് തന്നെ നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഈ സ്പാം ഫ്രീ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനും ഈ 0 GST എന്ന് പറയുന്ന ഒരു ഡിസ്കൗണ്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവരുടെ പ്ലാറ്റ്ഫോമിൽ കയറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.